ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരാഴ്ച ഏപ്രിൽ മാസം 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഈ ഒരാഴ്ച OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ, പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് റിലീസ് ചെയ്ത സിനിമയുണ്ട്, ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ വിക്കി കൗശൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ചാവ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തിയേറ്ററിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. അപ്പോൾ ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ മാസം 11-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. മുഡോ കണ്ണു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഉച്ചിനായിഡു കൺട്രിക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്കിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസാണ്. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ചോരി 2 എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദി മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 11-ാം തീയതി ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നതാണ്. മൾട്ടി ഓഡിയോ, മലയാളം അടക്കമുള്ള മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ. അടുത്ത സിനിമ എന്നുള്ളത് ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. തെലുങ്ക് കോർട്ട് റൂം ഡ്രാമയാണ്. കോർട്ട് സ്റ്റേറ്റ് വീസ് നോബഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 11-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു കോമഡി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. ഒരു കോമഡി ഏസോട്ടിക്കൽ മൂവിയാണ്. പെരുസു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 11-ാം തീയതി തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു മലയാളം റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ. അനശ്വര രാജനും സജിൻ ഗോപൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ മലയാളം മാക്സിൽ ഏപ്രിൽ മാസം 11-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആമസോൺ പ്രൈമിൽ സിംപ്ലി സൗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതേ സമയം തന്നെ, അതായത് മലയാളം മാക്സ് റിലീസ് ചെയ്ത അതേസമയം തന്നെ ആമസോൺ പ്രൈമിൽ സിംപ്ലി സൗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ബേസിൽ ജോസഫും സൗബിൻ ഷാക്കിറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ. ഏപ്രിൽ മാസം 10-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഈ ഒരു സിനിമ സോണി ലീവിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒഫീഷ്യലായിട്ട് ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ഒഫീഷ്യൽ ഡേറ്റ് ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ സോണി ലീവ് ഒഫീഷ്യൽ ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഒരു ദിവസം മുമ്പേ തന്നെ റിലീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഏപ്രിൽ മാസം 10-ാം തീയതി വൈകുന്നേരത്തോടു കൂടി എന്ന് പറഞ്ഞത്. പ്രാവിൻകൂട് ഷാപ്പ് പിന്നെ എന്താ പറയുക, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. തിയേറ്ററിൽ ഒരു പരാജയം നേട്ട സിനിമയാണ്. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ ആന്റണി വർഗീസ് പെപ്പ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ദാവീദ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇന്ന് OTT റിലീസുകളെ പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. C5ന്റെ ഭാഗത്തു നിന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു ട്രെയിലറൊക്കെ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഏപ്രിൽ മാസം 11-ാം തീയതി ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ് C5 വഴി. അപ്പോൾ ഇത്രയും സിനിമകൾ 9ഓളം സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ആഴ്ച റിലീസ് ചെയ്യുന്നതും ഇന്ന് OTT റിലീസ് ചെയ്തതുമായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും